ഇപ്പോൾ കൂടൽമാണിക്യത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സനീഷ, ഇത് ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ മാത്രമല്ലല്ലോ, കേരളത്തിൽ എത്ര മഹാക്ഷേത്രങ്ങളിൽ ഈ അയിത്തം നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ കാരാൺമയുടെയൊക്കെ കാര്യം പറഞ്ഞിട്ടാണ് ഇവർ ഈ എന്താണ് ഇതൊക്കെ അവകാശമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് ആവർത്തിച്ച് ഇത് പറയുന്നത്. ഈ ഇന്ന കുടുംബക്കാർക്കാണ്. എപ്പോൾ മുതലാണ് ഈ അവകാശം? അത് നമ്മൾ ആലോചിക്കണമല്ലോ. ഇത് മറ്റ് ഇതര വിഭാഗക്കാർക്ക് അവിടെ പ്രവേശം പോലും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ സവർണ വിഭാഗങ്ങൾക്ക് ഈ അവകാശം ഉള്ളത്. മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് അവിടെ പ്രവേശം പോലും ഇല്ലായിരുന്നത് കൊണ്ട് എങ്ങനെയാണ് പിന്നെ അവർക്ക് അവകാശം ഉണ്ടാവുക? അവർക്ക് വേറെ അവകാശം ഉണ്ടാകാനുള്ള ഒരു സ്കോപ്പ് ഇല്ലല്ലോ. മാത്രമല്ല ഇത് അയിത്തമല്ല എന്ന് വാദിക്കുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഉദാഹരണങ്ങൾ ഈ പുതിയ കാലത്ത് കേരളത്തിലുണ്ട്. ഇപ്പോൾ ഉഷാ നങ്ങ്യാർ കൂടിയാട്ടം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പിന്നെ കയറ്റാതായത് എങ്ങനെയാണ്? ഉഷാ നങ്ങ്യാർ മറ്റൊരു സമുദായത്തിൽ നിന്ന്, ജാതി വിഭാഗത്തിൽ നിന്ന് കല്യാണം കഴിച്ചു എന്നുള്ള ഒരൊറ്റ കുഴപ്പമേ ഉഷാ നങ്ങ്യാർ ചെയ്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇത് ജാതീയത തന്നെയാണ് എന്നുള്ള കാര്യം. അത് ഇത് ഈ ക്ഷേത്രം, ഇവിടുത്തെ ഒരു കാര്യം മാത്രമല്ല, മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും തുടരുന്നുണ്ട്. ചില ക്ഷേത്രങ്ങളിലെ കമ്മിറ്റികളിൽ ഇന്ന വിഭാഗക്കാരെ കയറാവൂ എന്നുണ്ട്. നമുക്ക് തൃശ്ശൂരിലത്തെ കാര്യം തന്നെ എടുക്കാം. അത് സുപ്രീം കോടതിയിൽ വരെയാണ് കേസ് നടക്കുന്നത്. വിവിധ വിഭാഗക്കാർക്ക് കമ്മിറ്റിയിൽ, ദേവസ്വം കമ്മിറ്റിയിൽ പ്രവേശനം അനുവദിക്കണം എന്നുള്ള വാദം ഉന്നയിച്ച് മേളത്തിന് ഇന്ന ജാതിക്കാരെ പാടുള്ളൂ എന്നുള്ളതുകൊണ്ട് ആ ജാതിക്ക് അപ്പുറത്തേക്ക് ഇത് കടക്കുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ